നിരവധി നേതാക്കൾ വി.ഡി. സതീശന് പുറമെ ചാണ്ടി ഉമ്മനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കൾ, KPCC പ്രസിഡന്റും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തു. അല്പസമയം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇവിടേക്ക് വന്നു, അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തു. എന്തായാലും ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം, ഒരു അസാന്നിധ്യം എന്ന് പറയുന്നത്, കോട്ടയം ജില്ലാ കളക്ടർ ഇവിടേക്ക് വന്നു, ജോൺ വി സാമുവൽ ഇവിടേക്ക് വന്നു, അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ഔദ്യോഗിക തലത്തിലുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് നേരത്തെ ബിന്ദുവിന്റെ ഭർത്താവും പറഞ്ഞതും അത് തന്നെയാണ്. കാരണം യാതൊരു രീതിയിലുമുള്ള ഒരു സമാശ്വാസങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്നും തങ്ങൾ അനുഭവിച്ചില്ല എന്ന് അവർ പറയുകയുണ്ടായി. ആരും തന്നെയും തങ്ങളോട് ഒന്നും തന്നെ പറഞ്ഞില്ല. എന്ത് സംഭവിച്ചുവെന്ന് ആരും പറഞ്ഞില്ല എന്ന് മാത്രവുമല്ല, ഒരു ആശ്വാസ വാക്കുപോലും പറയാൻ ആരും തയ്യാറായില്ല എന്ന വേദനയോടുകൂടി കുടുംബം പറയുന്നുണ്ടായിരുന്നു. അത് നീതീകരിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. കാരണം ആരെങ്കിലും ഈ രീതിയിൽ ഇവരോടെല്ലാം തന്നെ സംസാരിക്കേണ്ടതായിരുന്നു, അവരെ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങനെ വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ പ്രക്ഷോഭമായി, പ്രതിഷേധമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് തന്നെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതൊരു സിസ്റ്റത്തിന്റെ, ഈ ഒരു സംവിധാനത്തിന്റെ ഐരിയാണ്. അത് കൃത്യമായി അത് ഒഴിവാക്കപ്പെടാമായിരുന്ന ഒരു കാര്യവുമായിരുന്നു. പക്ഷെ അതിലേക്ക് പോകാനായിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു അനാസ്ഥ കൊണ്ട് തന്നെ വേണ്ട സമയത്ത് തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതിലേക്ക് പോയില്ല. പകരം ഓരോരുത്തരും അവരുടെ അറിവുകളിൽ, അവർക്ക് തന്ന അറിവുകളിൽ അവർ നിലകൊണ്ടു. അവരതിലേക്ക് അതിനെ മറുത്തു പോകാനായിട്ട് കഴിഞ്ഞില്ല. ഒരു അവസരം പോലും അതിലെ പരിശോധിച്ച് നോക്കാമെന്നൊരു രീതിയിലേക്ക് പോലും ആരും തുനിഞ്ഞുമില്ല. ഇത് തന്നെയാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത്. മറിച്ചൊരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്രയ്ക്ക് സങ്കടകരമായൊരു അവസ്ഥ. ഇന്ന് രാവിലെ ഇവിടേക്ക് 8 മണിയോടുകൂടി ഇപ്പോൾ ചിത എരിയുന്നു, ചിത തെക്ക് തീ കൊളുത്തിയിരിക്കുന്നതാണ് കാണുന്നത്.
പ്രസിഡന്റ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രീ സുകുമാർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രീ ഗോപിച്ചേക്ക പടക്കം പാലക്കാട് അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ അന്ന് ഈ സമരം നടത്തേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യത്തെ പറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് സാധാരണഗതിയിൽ സർക്കാരിന്റെ കാലത്ത് ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾ മാത്രമായിരുന്നു മരിക്കുപോയെന്ന ഭയമുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ കൂട്ടിരിക്കാൻ വരുന്നവർ മരിച്ചു പോയെന്ന തൊഴിലാളി രാഷ്ട്രീയമാണ്, തൊഴിലാളി ഭരണമാണ് ഇവിടെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ അമിത് സൂചിപ്പിച്ചു, ശ്രീമതി വീണ